ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മൂടൽമഞ്ഞ് ഇന്നും ശക്തമാണ്. നാളെയോടെ മൂടൽമഞ്ഞ് കുറഞ്ഞേക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങളെ മൂടൽമഞ്ഞ് ബാധിച്ചേക്കാമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മൂടൽമഞ്ഞിനൊപ്പം അന്തരീക്ഷ വായു ഗുണനിലവാരവും കുറയുന്നുണ്ട്. ധനസുമോദ് തന്നെ വിശദാംശങ്ങൾ നൽകും. ധനസുമോദ്, ഇന്നെന്താണ് ഡൽഹിയിലെ സ്ഥിതി? മൂടൽമഞ്ഞ് എത്രത്തോളം ശക്തമാണ്? അത് സാധാരണ ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നുണ്ട്? ഇപ്പോൾ മൂടൽമഞ്ഞ് ഇന്നലെ വരെ ഡൽഹിയിലായിരുന്നു ശക്തമെങ്കിൽ ഇന്ന് ജയ്പൂരിലാണ് മൂടൽമഞ്ഞ് വളരെ ശക്തമായി തന്നെ തുടരുന്നത്. ഇതിന്റെ കാഴ്ച പരിധി വളരെയധികം കുറയുന്നു എന്നുള്ളതാണ് മൂടൽമഞ്ഞിന്റെ ഒരു വലിയൊരു ദുരിതമായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്നത്. അതായത് ഒരു 50 മീറ്റർ മുതൽ 200 മീറ്റർ വരെ മാത്രമാണ് ഇതിനുള്ളിൽ കാണാൻ പോലും കഴിയുന്നില്ല. ജയ്പൂരിൽ ഇന്ന് കാഴ്ച പരിധി ഒരു 70 മീറ്റർ വരെ ആയി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെയും ഇതിനേക്കാൾ കടുത്ത തരത്തിലുള്ള ഒരു മൂടൽമഞ്ഞായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഉത്തർപ്രദേശിലെ പല സ്ഥലങ്ങളിലും മധ്യപ്രദേശിലും ഇതിന്റെ ഒരു ദുരന്തമുണ്ടാകുന്നത് വാഹനങ്ങൾ മുൻകൂട്ടി കാണാതെ വാഹനങ്ങൾ തുടർച്ചയായി ഇടിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഡൽഹിയിൽ നിന്നുള്ള വിമാന സർവീസിനെ ഇന്നും ബാധിച്ചിരിക്കുകയാണ്. 82 വിമാന സർവീസുകളെയാണ് വളരെയധികം ഗുരുതരമായി ബാധിച്ചിരിക്കുന്നത്. വളരെ വൈകിയാണ് പല വിമാനങ്ങൾക്കും പറന്നുയരാൻ കഴിയുന്നത്. രാത്രി 10-ന് ശേഷം തന്നെ ഈ മൂടൽമഞ്ഞും വലിയ തരത്തിലുള്ള താപനില താഴേക്ക് വരുന്നതും വളരെയധികം ശക്തമായിരിക്കുകയാണ്. ഏതായാലും ഇന്ന് ഡൽഹിയിൽ നേരിയ കുറവുണ്ടെങ്കിൽ പോലും ജയ്പൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലാണ് മൂടൽമഞ്ഞ് വളരെ ശക്തമായി തന്നെ കാണുന്നത്.